ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബനാന പാൻകേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻകേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാൻകേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 ഫിലിപ്പൈൻ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നാട്ടിലുള്ളവരാണെങ്കിൽ ഈ പഴം കിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് ആ ഒരു പഴം വെച്ചിട്ട് ചെയ്യാൻ. ചെറിയ പഴമായാലും നേന്ത്രപ്പഴമായാലും മൈസൂർ പഴമായാലും ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. ഏതാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ പഴം എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു സമയത്ത് പഴം ഇങ്ങനെ അരച്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് പഴം നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പാനിൽ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തരികളുണ്ടാവും. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കണം. മുട്ട കുറവായാലും കുഴപ്പമില്ല, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്ക് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതായത് 5-6 ഡ്രോപ്പ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ, കൂടുതലാവരുത് കേട്ടോ. കാരണം ചെറിയൊരു വാനില ഫ്ലേവറിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ഇല്ലയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടാവില്ലേ വീട്ടിലെന്തായാലും, ആ ഏലക്കാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്കിന് 1 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ആയാലും സോഡ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊരു നല്ലൊരു കേക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലൊരു പ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം. പാല് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് മാവ് അരച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ മെഷറിംഗ് കപ്പൊക്കെ എടുക്കുന്നത് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടി പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് നല്ല പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. കൂടുതൽ മധുരമായിട്ട് ചേർക്കേണ്ട, ചെറിയൊരു മധുരത്തിൽ മതി. കാരണം പിന്നെ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു നല്ലൊരു ടെക്സ്ചറിൽ കിട്ടില്ല. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പാൻകേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാത്രം 1 പിഞ്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കറക്റ്റ് പാകത്തിനാണ് കേട്ടോ. പാലൊക്കെ നല്ല പാകത്തിനാണ്, ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഒട്ടും ലൂസാവാനും പാടില്ല, എന്നാലൊട്ടും നല്ല ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. പാലൊക്കെ ഇത് ഞാനെടുത്തത് പാകമാണ്, ഈ ഒരു അളവിൽ എടുത്താൽ മതി. ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് മുകളിൽ ദോശക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ബട്ടർ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഓയിലോ അല്ലെങ്കിൽ ഗീയോ എന്താണോ നിങ്ങൾ സാധാരണ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമാണ്. അപ്പോൾ എന്താണോ കയ്യിലുള്ളത് അത് മാത്രം മതി കേട്ടോ. പക്ഷെ ബട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ. ഞാനിവിടെ ഈ ഒരു പാൻ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദോശയൊന്നും ചുറ്റിച്ചെടുക്കുന്നത് പോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്പൂണിങ് എടുക്കുക, വേറെ ചുറ്റിച്ചു കൊടുക്കുകയൊന്നും പാടില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിമിൻ്റെ കാര്യമാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം നമുക്ക് ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ മാത്രമേ അടിയിൽ കിട്ടാൻ പാടുള്ളൂ. കുറച്ച് മീഡിയം ഫ്ലെയിമോ ഹൈ ഫ്ലെയിമോ ഒക്കെ ഇട്ടിനെങ്കിൽ പക്ക ബ്ലാക്ക് കളറായിട്ടാണ് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണ്ട കേട്ടോ. ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനൊരു 2-3 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഓട്ടോ പോലെ ആയിരിക്കണം നമ്മുടെ മുകൾ ഭാഗം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ബട്ടർ തടവി കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ബട്ടർ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ബാക്ക് സൈഡ് കണ്ടിട്ടില്ലേ,
ഒരു ചെറുതായിട്ടുള്ളൊരു ബ്രൗണിഷ് കളറല്ലേ ഉണ്ടായിട്ടുള്ളൂ, ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള മാവുകൾ ഇതുപോലെ തന്നെ ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ഈ ഒഴിച്ചു കൊടുത്ത മാവ് ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പ് തുറന്നിട്ട്. ഇപ്പം കണ്ടില്ല, ബാക്ക് സൈഡ് ഈ ഒരു ബ്രൗണിഷ് കളർ മാത്രം മതി കേട്ടോ. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബട്ടർ തടവി കൊടുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. കാരണം അടച്ചു വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ മുകൾ ഭാഗം വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പാൻ കേക്ക് ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് വേറൊരു രീതിയാണ്. പക്ഷെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഡിഷും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കി നോക്കണം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ഫ്ലേവറാണ്. നല്ല പഴുത്ത പഴം എടുത്തിട്ട് ചെയ്തതിന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാലിൻ്റെ അളവും എല്ലാം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്താൽ മതി. എങ്കിലും നല്ല പാകത്തിനുള്ള മാവിൻ്റെ പാകത്തിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ ഒരു രീതി ഫ്ലെയിമിൻ്റെ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള കാര്യം മറക്കരുത് കേട്ടോ. നിങ്ങളെപ്പോഴെങ്കിലും ഈ ഒരു പാൻ കേക്ക് റെഡിയാക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.